എന്നാൽ പിന്നെ സംഘടനാവാദികൾ അങ്ങനല്ല. സംഘടനാവാദികൾക്ക് ഉള്ള പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഹുസൈൻ സലഫി എന്ത് പറഞ്ഞു, ഫൈസൽ മുസ്ലിയാർ എന്ത് പറഞ്ഞു, അബൂബക്കർ സലഫി എന്ത് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ഷമീർ മദനി എന്ത് പറഞ്ഞു, ഷബീർ സലാഹി എന്ത് പറഞ്ഞു, അതാണ് പിന്നെ അതിൻ്റെ സംഘടനാവാദികൾക്ക് ദീന്. അതേപോലെ ആയത്ത് മണ്ണാർക്കാട് കഴിഞ്ഞ പരിപാടി നമ്മൾ വിശദീകരിച്ചിരുന്നു. ഫൈസൽ മുസ്ലിയാർക്ക് അത് കിട്ടിയത് ഷെയ്ഖ് സാലിഹുൽ ഫൗസാന്റെയും അതുപോലെ വേറെ ചില സാലി ആലു ഷെയ്ഖിന്റെ ഒക്കെ കിതാബ് എന്നാണ് അവരൊക്കെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഇവിടെ ബാക്കിയിരിക്കുന്നു. ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു ഞാൻ അത് ഇതൊക്കെ അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞല്ലാതെ ഹുസൈൻ സലഫിയോ അല്ലെങ്കിൽ CP സലീമോ ആരെങ്കിലും ആ അന്നാമ് 128 അതിന് തെളിവ് അതുവരെ പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഫൈസൽ ഒറ്റപ്പെട്ടിരിക്കുക അന്നാമ് 128 കൊണ്ട്. മനസ്സിലായില്ലേ? പറയാൻ പേർക്ക് ധൈര്യം കിട്ടില്ല, എന്നത് മനസ്സിലായിട്ടില്ല. ഏതായാലും അന്നാമ് 128 അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വക പറഞ്ഞതല്ല, സലഫി ഉലമാക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ്. പക്ഷെ അദ്ദേഹം അല്ലാതെ മറ്റാരും അതിനെ സപ്പോർട്ട് ചെയ്ത് ഫസലുല്ലാക്കോ മാലിക്കോ സയ്യിദ് സലഫി ഒന്നും ഇതുവരെ അന്നാമ് 128 ഓതി ഞാൻ കേട്ടിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ അതിനെ പറ്റി യക്കീനില്ലാത്തോണ്ടാവും. കണ്ടോ, ഇതാണ് അവസ്ഥ. വിസ്തത്തിലുണ്ട്, പക്ഷെ അന്നാമ് 128 ഓതി പഠിപ്പിച്ചു കൊടുക്കൂല. ഹുസൈൻ സലഫി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അന്നാമ് 128 വസീലത്ത് ശിർക്കും അതുപോലെ തന്നെ അപ്പറഞ്ഞ ആ ഖുർത്തുബിയുടെ ഇബാറത്തും ഇബ്നു അബ്ബാസിന്റെ ഉദ്ധരണി